പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന അങ്ങ് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം വൈജയന്തി കൃഷ്ണമോളോടും ബബിതയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് നോക്കിയാൽ നിൽക്കുന്നത്, നിങ്ങൾക്കിന്ന് സ്കൂളൊന്നും ഇല്ലേ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ കൃഷ്ണമോൾ പറയും, എനിക്ക് വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും കൂടെ എടുത്താൽ പോകാനാവും എന്ന് പറയട്ടെ. അപ്പോൾ രോഹിത് മുകളിലേക്ക് പോകുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ ഇനി എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ബൈക്കിൻ്റെ കീ എടുക്കാനാന്ന് പറഞ്ഞാൽ രോഹിത് മുകളിലേക്ക് പോകാൻ കേട്ടോ. പിന്നീട് അലീനയാണെങ്കിലും പോകാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി ആ വീടൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് തിരിയുമ്പോഴാണ് മനു അവിടേക്ക് എത്തുന്നത്. മനുവിനെ കാണുമ്പോൾ അലീനയ്ക്ക് ഒരു ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. മനു ആണെങ്കിലും അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങോട്ട്. ആദ്യം ഒരു മോർണിംഗ് ഒക്കെ പറയൂ കേട്ടോ. എന്നിട്ടാണ് ചോദിക്കുന്നത്, രാവിലെ തന്നെ ബാഗുമായിട്ട് എങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എന്നെ ഇവിടുന്ന് പിരിച്ചു വിട്ടു എന്ന് പറയട്ടെ. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളില്ല, ഞാൻ പണത്തിനും അതുപോലെ തന്നെ സ്വർണത്തിനൊക്കെ വേണ്ടിയിട്ട് മാനം വരെ കളയുന്ന ഒരുത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന്. ഞാൻ ഒരുപാട് പറഞ്ഞു, പക്ഷേ ആരും വിശ്വസിച്ചില്ല. സത്യം പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എല്ലാ കുറ്റങ്ങളും അങ്ങ് ഏറ്റെടുത്തു, എനിക്ക് ഇവിടുന്ന് സമാധാനമായിട്ട് പോവാലോ എന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെ അങ്ങ് പോകാനൊന്നും പറ്റില്ല, ഞാനല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്കിൾ ഇങ്ങനെ എനിക്ക് കൂട്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ, നിന്നെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് പോയാൽ മതി, നീ പോകുന്നത് ആരും ഇവിടെ തടയൊന്നുമില്ല, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും കേട്ടോ. എന്നിട്ട് ഹരീനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഹരിയാണെങ്കിൽ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ, മനുവിൻ്റെ കൂടെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ മനു ആണെങ്കിലും ഹരീനെ വിളിക്കുകയാണ്, ഇറങ്ങി വാടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹരീനെ കാണുമ്പോൾ അലീനയ്ക്ക് ഒരു സംശയമായിട്ടോ, എന്താന്ന്. പിന്നീട് ഹരിയാണെങ്കിലും അലീനയുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അലീന ഇങ്ങനെ ഒരു ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ ഹരീനെ നോക്കുന്നത്. ഹരിയാണെങ്കിലും തല താഴ്ത്തി പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നീ കുറച്ച് സമയം ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ, വേണ്ട മനുവേട്ടാ, എനിക്ക് വേണ്ടിയിട്ട് ഇനി ചോദിക്കൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോൾ, നീ പറയുന്നത് കേൾക്ക് എന്ന് പറയേ, ഈ മുറ്റത്ത് നിൽക്കണ്ട, ഇനിയിപ്പോൾ ഇങ്ങനെ റോഡിലൂടെ പോകുന്നവർ നീ ഇവിടെ ഒരു അഭയാർത്ഥിനെ പോലെ നിൽക്കുകയെന്ന് വിചാരിക്കേണ്ട, അകത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറി അവിടെ നിൽക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അലീന അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മനുവും ഹരിയും കൂടെ അകത്തേക്ക് ചെല്ലുന്നത് കാണുമ്പോഴേ രോഹിത്തും വൈജയന്തിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരിപ്പോൾ എന്തിനാ രാവിലെ തന്നെ വന്നേ എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കാം മനസ്സിൽ. അലീനയാണെങ്കിലും അവരകത്തേക്കും പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണമോളാണ് കേട്ടോ മനു ഹരിയും കൂടെ വരുന്നത് ആദ്യം കാണുന്നത്. അപ്പോൾ ബബിതേനെ ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും മനു അകത്തേക്ക് കയറിയിട്ട് നേരെ വൈജയന്തിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആൻറ്റി അലീനേനെ ഇവിടുത്തെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്തേക്കാണ് കേട്ടോ മനു ചെല്ലുന്നത്. അപ്പോൾ അങ്കിളും അങ്ങനെ എല്ലാം വിശ്വസിച്ചു അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ കൂട്ടു നിന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പിന്നീട് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ട എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അവൾ തെറ്റെല്ലാം സമ്മതിച്ചു, ഇവിടുന്ന് പോകാൻ ഇറങ്ങുകയും ചെയ്തു, ഇനിയിപ്പോൾ ഒരു ചോദ്യം പറച്ചിലൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനോട് മനു ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്കിൾ ഇന്നലെ ഹരീനെ തിരക്കിയില്ലായിരുന്നോ, ഇപ്പോൾ അങ്കിളിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹരീനോട് ചോദിച്ചോ, അവൻ പറയും എന്ന് പറയും കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലും ഹരിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ, നീയും അലീനയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിക്കും. നിന്റെ വീട്ടിൽ വെച്ച് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു എന്ന് പറയൂ കേട്ടോ. പിന്നെ നീ രോഹിതിനോട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നും നീ അവൾക്ക് ഇങ്ങനെ സ്വർണം കൊടുക്കാറുണ്ട്, പണം കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ അവനോട് വീമ്പ് പറഞ്ഞതാണ് എന്ന് പറയൂട്ടോ. അങ്ങനെ അവനോട് വീമ്പ് പറഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് ബാലചന്ദ്രൻ. പിന്നീട് അലീനയ്ക്ക് ഇങ്ങനെ പണം കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹരി സമ്മതിക്കുന്നുണ്ട് കേട്ടോ, കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കേട്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ രോഹിത്. ഹരി പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ച് വെച്ചിരിക്കുകയായിരുന്നല്ലോ രോഹിത്, അതുകൊണ്ട് തന്നെ അവനും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പണം കൊടുത്തിട്ടില്ല എന്ന് ഹരി തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ മോതിരം കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം അവിടെ വന്ന സമയത്ത് നീ അലീനയ്ക്ക് മോതിരം കൊടുത്തോ എന്ന് ചോദിക്കും. നീ അവളെ മോതിരം കാണിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോതിരം കാണിച്ചായിരുന്നോ, അത് സത്യം തന്നെയാണ്. അപ്പോൾ അവൾ എന്താ പറഞ്ഞേന്ന് ബാലചന്ദ്രൻ എടുത്തു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരിയാണെങ്കിലും സത്യം പറയുന്നുണ്ട് കേട്ടോ, അലീന പറഞ്ഞത് പറയുന്നുണ്ട്. അലീന വേണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അവളെ നിന്നോട് രാത്രി റൂമിലേക്ക് വന്നാൽ വാങ്ങിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാടാ രോഹിതിനോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അലീനയുടെ ബാഗിൽ എങ്ങനെയാണ് പിന്നെ ആ മോതിരം വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി എല്ലാം സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണ് ബാഗിൽ ആ മോതിരം കൊണ്ടുവച്ചത്, രാവിലെ ആകുമ്പോൾ എന്തായാലും ഇങ്ങനെ രോഹിത് ചോദിക്കുമല്ലോ, അപ്പോൾ അവൻ്റെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഒരു തമാശയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു
ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു പാവം പെൺകുട്ടിയുടെ മാനം കളഞ്ഞിട്ടാണ് അവിടെ നിന്റെ തമാശ, നിനക്ക് എന്ത് കിട്ടാനാ എന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ്. ഹരിനെ നന്നായിട്ട് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ബബിത പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇനി നിന്നാൽ ലേറ്റ് ആവും, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്തും പോവാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഹരിനെ തുറിച്ചൊരു നോട്ടം നോക്കിയിട്ടാണ് കേട്ടോ അവൻ പോകുന്നത്. പിന്നീട് വൈജയന്തിനോട് മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആൻറ്റിക്ക് അവനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോ എന്ന് പറയും. പക്ഷെ വൈജയന്തി ഒന്നും ഹരിനോട് ചോദിക്കാനില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് ഹരിയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അവിടെ നിൽക്ക്, ഒരുമിച്ച് പോവാന്ന് പറയും കേട്ടോ. എന്തായാലും ഹരി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഹരി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അലീന അങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കുന്ന കേട്ടോ കാണുന്നത്. അങ്ങനെ അവളെ ഒരു സൂക്ഷിച്ചൊരു നോട്ടൊക്കെ നോക്കിയിട്ടാണ് പിന്നീട് ഹരി അവിടുന്ന് പോകുന്നത്. അലീന പക്ഷെ ഹരിനെ കാണുന്നില്ല. അതിനുശേഷം ഇങ്ങനെ മനു ആണെങ്കിൽ വൈജയന്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പോൾ സത്യം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതങ്ങനെ പോട്ടെ എന്ന് വെക്കാം, പക്ഷേ അവൾ പണം ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്ന് ഇവിടുന്ന് ഇങ്ങനെ പല തവണയായിട്ട് പണം കാണാതായിട്ടുണ്ട്, അത് അവൾ എടുത്തു എന്ന് സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയും കേട്ടോ. ഒരിക്കലും അവളെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മനു വാദിക്കുകയാണ്. അപ്പം നീ എന്തിനാ അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്, നിന്റെ ആരാ അവളെ എന്ന് ഇങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ എൻ്റെ ആരുമല്ല, പക്ഷെ എനിക്ക് അവളെ അറിയാം, അവളുടെ മനസ്സറിയാം, അതുപോലെ തന്നെ അവളെ വളർത്തിയിട്ടുള്ള മമ്മീനെ എനിക്കറിയാം, അവൾ വളർന്നു വന്ന സാഹചര്യം എനിക്കറിയാം, അതുകൊണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുറ്റം അലീന സമ്മതിച്ചു എന്ന് വൈജയന്തി പറയുന്ന സമയത്ത് മനു പറയുന്നുണ്ടായിരുന്നു, അത് ചിലപ്പോൾ ആരായാലും സമ്മതിച്ചു പോകും, ചില പോലീസുകാരെ എടുക്കുന്ന ഒരു മുറയുണ്ടല്ലോ, കുറ്റം ചെയ്യാത്തവരെ പോലും അങ്ങനെ കുറ്റം സമ്മതിപ്പിക്കുന്നത്, അതുപോലെയായി ഇതെന്ന് പറയാണ് കേട്ടോ. ആൻറ്റി മകനെ വിളിച്ചിങ്ങനെ ചോദിച്ചു നോക്ക്, കവളത്തൊന്ന് കൊടുത്തിട്ട് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ അവൻ തന്നെ സത്യം പറയും, അവനായിരിക്കും എടുത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹരീനെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ ഹരീനെ കൊണ്ട് സത്യം പറയിപ്പിച്ചത്. രാവിലെ ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവനൊന്നും അറിയില്ല, അവൻ പച്ചവെള്ളം മാത്രം ചവച്ചരച്ച് കുടിക്കുന്നവനാണ്, പക്ഷേ കവളത്തന്ന് കൊടുത്തിട്ട് അങ്ങ് ചോദിച്ചപ്പോൾ അവൻ്റെ വായിൽ നിന്ന് സത്യം വന്നു. അതുപോലെ സത്യം അങ്ങനെ രോഹിത്തും പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് എടുത്തു എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയില്ല, തലയ്ക്കകത്ത് ഓളുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റീനി അങ്കിളിനെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കണ്ടിരുന്നത്, ഇത്രയ്ക്കും ചീപ്പാവരുത്, ഇത് വളരെ മോശമായി പോയി എന്ന് പറയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം ഉണ്ട് എന്നും കൂടെ അതുപോലെ മനു പറയുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാച്ചിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നും ഞാൻ ലേറ്റായി പോയല്ലോ, ഇനി ഞാൻ എപ്പോഴാണ് ബാങ്കിൽ എത്തുക എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് അങ്ങ് പോവാണ്. വൈജയന്തി പോകുമ്പോൾ നേരെ മനു ബാലചന്ദ്രൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നിട്ട് സംസാരിക്കാം, പക്ഷെ മനുവിനൊന്നും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് അലീനേനെ കാണിക്കുന്നുണ്ട്. അലീനയാണെങ്കിലും സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇറങ്ങി വരുന്ന മനു അതുപോലെ തന്നെ ബാലചന്ദ്രനും ഇങ്ങനെ അത് കാണുകയാണല്ലോ, അപ്പോൾ അവർക്കും സങ്കടമാവുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിലും അലീനയുടെ അടുത്തേക്ക് വരാൻ തന്നെ ഒരു മടി കേട്ടോ, ഭയങ്കര സങ്കടത്തിലാണ് രണ്ടുപേരും. അലീന കരയുന്നതാണല്ലോ ബാലചന്ദ്രൻ കാണുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ അടുത്ത് വന്നിട്ട് സോറിയൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, വേണ്ടല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ തെറ്റ് പറ്റിപ്പോയി മോളെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അലീന കുറച്ച് പണം കൊടുത്തായിരുന്നല്ലോ, അവൾ മോഷ്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുത്തപ്പോൾ വൈജയന്തി ഇങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങി ബാലേന്ദ്രൻ്റെ കയ്യിൽ കൊടുത്താണല്ലോ, അപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീന അത് വാങ്ങിക്കുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തെറ്റ് പറ്റിപ്പോയി, മനുഷ്യരല്ലേ, ഇങ്ങനെ മനസ്സുള്ളവർ അതൊക്കെ ക്ഷമിക്കും എന്ന് പറഞ്ഞ് അലീനയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെച്ച് കൊടുത്തിട്ട് അലീന എന്നോട് അകത്തേക്ക് കയറി വരാൻ പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, വേണ്ട ഞാൻ പോയിക്കോളാന്ന് പറയും. അതും കൂടെ കേൾക്കുമ്പോൾ ബാലേന്ദ്രന് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. പോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ടാണ് പിന്നീട് ബാലേന്ദ്രൻ മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. നീ അവളോടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. ബാലേന്ദ്രനും ഭയങ്കര വിഷമാണ് കേട്ടോ അലീന കരയുന്നത് കണ്ടിട്ട്, അത്രയ്ക്കും പൊട്ടിയാണ് അലീന കരയുന്നത്. പിന്നീട് മനു ചെന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, പോട്ടെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, നീ അകത്തേക്ക് വാന്ന് പറയുമ്പോൾ ഞാൻ പോയിക്കോളാം മനുവേട്ടാ എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് നിനക്ക് എന്നെ ഒരു കോള് വിളിച്ച് അറിയിക്കാൻ പാടില്ലായിരുന്നോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്ന്, ഇനി ഇത് ആവർത്തിക്കരുത്, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീനയോട് അകത്തേക്ക് വരാൻ പറയുകയാണ് കേട്ടോ. പക്ഷെ അലീന സമ്മതിക്കുന്നില്ല, ഞാൻ പോയിക്കോളാം എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇങ്ങനെ അലീനനെ ഇങ്ങനെ പറയാൻ സമ്മതിക്കാതെ വിരലിൽ ഇങ്ങനെ ചുണ്ട് വെക്കുന്നുണ്ട് മനു. എന്നിട്ട് ബാഗൊക്കെ അലീനയുടെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബാഗ് മനു കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയുടെ കൈയും പിടിച്ച് തന്നെയാണ് മനു അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്.
പിന്നീട് മുത്തശ്ശീനെയാണ് കേട്ടോ കാണിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിലും അലീന പോയ സങ്കടത്തിൽ കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ആ സമയത്ത് മനു അവിടേക്ക് ഡോറ് തുറന്ന് വന്നിട്ട് ഇങ്ങനെ സൗദാമിനി അമ്മ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനെ നീ വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശീനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പെൺകുട്ടീനെ കൊണ്ട് തന്നായിരുന്നല്ലോ, അവളെ എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കും സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അവളെ ഇവിടുന്ന് എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തിനേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും മനുവിനോട് പറയാം, നിന്റെ അനിയൻ ഹരി ഉണ്ടല്ലോ, അവൻ ഇവിടെ വന്ന് ഏതാണ്ടൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വെടക്കാക്കി ഇങ്ങനെ സ്വന്തമാക്കാൻ നോക്കിയതാണ്, പക്ഷെ അവളുടെ അടുത്ത് അത് ഏറ്റില്ല എന്ന് പറയട്ടോ. അതിൻ്റെ പേരിലാണ് അലീനേനെ ഇവിടുന്ന് എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടത് എന്നും പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മനു. അപ്പം ഞാൻ ഇങ്ങനെ അവളുടെ കാല് പിടിച്ച് പറഞ്ഞതാണ്, പക്ഷെ എൻ്റെ വാക്കൊക്കെ ഈ കിളവിയുടെ വാക്ക് ആര് കേൾക്കാനാ ഇവിടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് എന്നെ ഒന്ന് ഫോൺ വിളിച്ച് അറിയിച്ചുകൂടായിരുന്നോ എന്ന് മനു ചോദിക്കുമ്പോൾ എൻ്റെ ഫോൺ അതിന് കമല നശിപ്പിച്ചില്ലേ എന്ന് പറയേ. അപ്പോൾ എന്തായാലും മുത്തശ്ശിക്ക് ഞാനൊരു ഫോണൊക്കെ വാങ്ങിത്തരാം എന്ന് മനു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അലീനനെ തിരിച്ചു കൊണ്ടുവന്നാൽ മുത്തശ്ശീനെ അവൾ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ സപ്പോർട്ട് അവൾക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അലീനയോട് കയറി വാ എന്ന് പറയാണ് കേട്ടോ. അലീന അവിടെ ആ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മോളെ എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ മനുവും ബാലചന്ദ്രനും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അലീനയാണെങ്കിലും അവിടെ നിന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അലീനയോട് മനുവിൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കഴിച്ചോ എന്ന് പറയും. അലീനയാണെങ്കിലും അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ മനു ആണെങ്കിലും അലീനയ്ക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് നീ ഇങ്ങനെ എന്നെ തോൽപ്പിച്ച് ഇവിടെ ഇങ്ങനെ കഴിയാമെന്ന് വിചാരിക്കൊന്നും വേണ്ടാന്നൊക്കെ ഇങ്ങനെ വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും എനിക്കില്ല എന്നാണ് കേട്ടോ അലീന തിരിച്ചു പറയുന്നത്. പിന്നീട് അത് മാത്രമല്ല, കമലയാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നീ അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പം മനു പറയും, അത് ഞാൻ ആലോചിച്ച് എന്താന്ന് വെച്ചാൽ തീരുമാനം എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ പ്രമോല് ഇതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്.